ഹായ് കൂട്ടുകാരെ, ഇന്ന് രണ്ടാം പെരുന്നാളാ. നമുക്ക് അടിപൊളി നല്ലൊരു ബീഫ് ബിരിയാണി ഉണ്ടാക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 കിലോ ബീഫും 2 കിലോ അരിയുമാണ്. 2 കിലോ അരിക്ക് 2 കിലോ ബീഫ്. ഞാൻ ബീഫ് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഞാനിതില് ചെറിയ കഷ്ണമായിട്ടാണ് മുറിച്ചിട്ടുള്ളത്. ഈ വലിയ വലിയ കഷ്ണമായിട്ട് മുറിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, എൻ്റെ വീട്ടിൽ ആർക്കും ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ചെറിയ കഷ്ണം. ഇനി നിങ്ങൾക്ക് വലുതായിട്ട് മുറിക്കണമെങ്കിലും മുറിക്കാം, ചെറുതായിട്ട് മുറിക്കണമെങ്കിലും മുറിക്കാം. നമുക്ക് ഇതിന് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ അരിഞ്ഞെടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3/4 കിലോ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഉള്ളി നമ്മൾ 3/4 കിലോ എന്ന് പറഞ്ഞത് ബീഫിലേക്കും ചോറിലേക്കും പാടെയാണ്. ചോറിലേക്കുള്ള ഉള്ളി നമ്മൾ ഫ്രൈ ചെയ്ത് എടുക്കാനുള്ളതാണ്. രണ്ടിനും പാടെയാണ് 3/4 കിലോ ഉള്ളി പറഞ്ഞിട്ടുള്ളത്. ഞാനിപ്പോ ഇവിടെ എടുത്തിരിക്കുന്നത് 2 കിലോ ബീഫിന് 6 തക്കാളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു മീഡിയം സൈസിൽ. ഒരു 9 പച്ചമുളക്, 2 കുടം വെളുത്തുള്ളി, ഇഞ്ചി ഒരു 4-5 കഷ്ണം, ചെറിയ കഷ്ണം ഇഞ്ചി ഇതിന് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊക്കെ നമുക്കൊന്ന് കൊണ്ടുപോയിട്ട് ചതച്ച് കൊണ്ടുവരാം. ഇതേപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചെടുക്കുക. നമുക്കിനി ഈ മല്ലിയിലയും പുതിനയും പാടെ അരിഞ്ഞു വെക്കാം. നമുക്കിനി ബീഫ് മസാലയാക്കി എടുക്കാം. ഇനി നമുക്കിതില് ഉള്ളിയും കൂടി ഇടാം. 6 ഉള്ളി, 6 തക്കാളി, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 4 ടീസ്പൂണ് മുളക് പൊടി, ഒരു 5 ടീസ്പൂണ് മല്ലിപ്പൊടി, 2 ടീസ്പൂണ് ഗരം മസാല, പാകത്തിന് ഉപ്പ്, ഒരു 300 ഗ്രാം തൈര്, ഒരു 3 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്കിനി നന്നായിട്ട് കുഴയ്ക്കാം. ഇനി വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതിൽ അതും കൂടിയിട്ട് ഒന്ന് ഇളക്കാം. ഇത് ഒക്കെപ്പാടെ കുഴച്ചിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ ഇത് എടുത്ത് മാറ്റി വെക്കാം. അടച്ചുവെക്കാം. ഇനി നമുക്കിത് കുക്കറിൽ വാരിയിട്ട് വേവിക്കാം. നമുക്കിത് കുക്കറിലേക്ക് വാരിഞ്ഞ് വെക്കാം. ഇതിൽ വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ, തൈര് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ഇനി നമുക്കിത് മൂടി വെക്കാം. ഞാനിതിൽ വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല. കുക്കറിൽ വെക്കുമ്പോ നമുക്ക് വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അത് വേകാനുള്ള വെള്ളം ഇറച്ചിന്ന് തന്നെ ഇഞ്ഞ് പോന്നോളും. തൈര് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. നമുക്കിത് അടുപ്പത്ത് വെക്കാം. വേഗം വേഗണ ഇറച്ചിയേ. ഇനി ഇറച്ചി നമുക്ക് വെന്ത് ഒരു 5-8 വിസിൽ വന്നു. അപ്പൊ അത് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അതിനി നമുക്ക് ഇറക്കാം. ഇനി ചൂടാറുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്കിനി ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് നന്നായിട്ട് വറുത്തിഞ്ഞെടുക്കാം. ചട്ടി അടുപ്പത്ത് വെക്കാം. ചട്ടി ചൂടായി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ അണ്ടിപ്പരിപ്പ് ഇതിലിട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ചെറിയ തീയിലിടണേ, അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇനി ഇത് ഒരു ബ്രൗൺ കളറായി. നമുക്കിനി ഇത് എടുക്കാം. ഇനി നമുക്കിതിൽ മുന്തിരി ഇടാം. മുന്തിരിയെ ബലൂണ് പോലെ വീർത്ത് വരട്ടെ നല്ല പോലെ. ഇത് നമുക്കിനി കോരിയെടുക്കാം. ഒക്കെ വീർത്ത്. ഇനി നമുക്ക് ഈ ഉള്ളി ഇട്ട് ഇതിൽ വറുത്തെടുക്കാം. നമുക്ക് ഈ ഉള്ളിയിൽ ഒരു 1/4 സ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം. ഉള്ളി ഇനി നന്നായിട്ട് ഒരു ബ്രൗൺ കളറായിട്ട്
പൊരിഞ്ഞ് വരട്ടെ. അതുവരെ നമുക്ക് കത്തിക്കാം. ഇത് നല്ലപോലെ മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ചൂടാറുമ്പോൾ നല്ല മൊരിയും. ചോറുണ്ടാക്കാനുള്ള വെള്ളം വെക്കാം. പാത്രം അടുപ്പത്ത് വെക്കാം. നമുക്കിനി ഇത് കത്തിക്കാം. രണ്ട് കിലോ അരി, ഇതിൽ 2 പാത്രം അരിയാണ്. അപ്പം ഞാൻ ഇതിൽ 4 പാത്രം വെള്ളം എടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിന് 2 പാത്രം വെള്ളമാണ്. അപ്പം ഞാനിതിട്ട് 4 പാത്രം വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മസാലകൾ, ചോറിനുള്ള മസാലകൾ ഇട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പ് ഇടാം. നമുക്കിനി ഇടയിൽ ഡാൽഡയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് നമുക്ക് ഉള്ളി വാട്ടിയ എണ്ണ ഒരു ലേശം ഒഴിച്ചു കൊടുക്കാം. ഇനി വെള്ളം നല്ലപോലെ തിളക്കട്ടെ അരി ഇടാന്. ഇനി നമുക്കിത് തുറക്കാം. വെള്ളം അടിപൊളിയായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരി ഇടാം. നമ്മൾ അരി കഴുകി വെക്കുമ്പോൾ അരിയിൽ വെള്ളം ഉണ്ടാവാൻ പാടില്ല. അപ്പൊ നമ്മൾ വെച്ച വെള്ളമോ അരിയുടെ വെള്ളം കൂടുമ്പോ ചോറിന് വെള്ളം കൂടുള്ളു. ഇതിന് നമുക്ക് മൂടി വെക്കാം. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നമുക്കിത് തുറന്ന് നോക്കാം. വെള്ളം നന്നായിട്ടൊന്ന് വറ്റിക്കോട്ടെ. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഈ വെള്ളം നോക്കിയേ. നന്നായിട്ട് ഇറച്ചി വെന്തിട്ടുണ്ട്. 5-8 വിസിൽ വന്നിട്ടുണ്ട്. നല്ല വേവുള്ള ഇറച്ചിയാണ്. നന്നായിട്ട് ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചോറും മസാലയും പാടെ ഒന്നിച്ചിട്ട് കൂട്ടാം. നമുക്കിനി ചോറ് നോക്കാം. വെള്ളം വറ്റിയോന്ന് നോക്കാം. തുറന്ന് നോക്കാം. ചോറ് നന്നായിട്ട് വെള്ളം വറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ, അടിയിൽ വെള്ളമില്ല. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. ഇറക്കി കഴിഞ്ഞിട്ട് വെച്ചിട്ട് ഇനി നമുക്ക് മസാല ഉണ്ടാക്കാൻ പാത്രം അടുപ്പത്ത് വെക്കാം. ഇത് ദമ്മിടാനാണ്. ഈ ഇറച്ചി ഇതിലേക്ക് കൊട്ടാം. ഇതിൽ നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിട്ട് ഇളക്കാം. ഇനി ഒന്ന് കുറച്ച് വെള്ളം വറ്റട്ടെ, എന്നിട്ട് നമുക്ക് ദമ്മിടാം. ഇതിൽ വെള്ളം വറ്റി. ഇനി നമുക്ക് ഇതിൽ ചോറ് കോരിയിട്ട് ദമ്മിടാം. നമുക്ക് ഈ ചോറ് കോരിയിട്ട് ഇതില് ഇടാം. ഇതിൽ കുറച്ച് മല്ലിച്ചപ്പും പുതിനയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഉള്ളി കുറച്ച് വറുത്തത് ഇതിലിട്ട് കൊടുക്കാം. ഇനി കുറച്ചുകൂടി മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി കുറച്ചുകൂടി ഉള്ളി വറുത്തതിട്ട് കൊടുക്കാം. ഇനി ചോറും കൂടി കോരിട്ട് കൊടുക്കാം. നമുക്ക് ഈ ഉള്ളി വറുത്തത് ഇട്ട് കൊടുക്കാം. ഇനി
ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും മിക്സാക്കിയത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ദമ്മിടാം. നമുക്ക് തീ കോരിട്ടേ ഇതിന്റെ മേലെ ഇട്ട് കൊടുക്കാം. മതി മതി. ഇതിപ്പോ വെച്ചിട്ട് 3/4 മണിക്കൂറായേ. നമുക്കിനി ഇത് തുറന്നു നോക്കാം. കനലൊക്കെ നമുക്ക് അങ്ങോട്ട് എടുത്ത് മാറ്റാം. എടുക്കുമ്പോ കൈ പൊള്ളണോ നോക്കണം കേട്ടോ. മേലത്തെ ചോറും അടിയിലാണല്ലോ നമ്മൾ ഇറച്ചി ഇട്ടിട്ടുള്ളത്. അടിയിലത്തെ ഇറച്ചിയും പാടെ മിക്സാക്കിയിട്ട് നമുക്ക് പാത്രത്തിൽ വിളമ്പാം. ഇറച്ചി കഷ്ണം ചെറുതായ കൊണ്ടേ മസാല ഇറച്ചിയിലൊക്കെ നല്ല പിടിച്ചിട്ടുണ്ടാവും. അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മുടെ ബീഫ് ബിരിയാണി റെഡിയായേ. ഇത് എല്ലാരും ഉണ്ടാക്കണം. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക.